നമസ്കാരം. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് അഫ്സൽ അമീർ ഇട്ടിട്ടുള്ള ഒരു കമന്റ് ആണ് കേട്ടോ. ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് ദി എക്സ്ട്രീം ബാഡ് ഫേസ് ഐ വെന്റ് ത്രൂ. 7 months ഷീ മെയ്ഡ് മീ എ ഫൂൾ ഇൻ നെയിം ഓഫ് ലവ്. സബർ ഐ ബിലീവ് ഇൻ കർമ്മ. സബർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ. സബർ കറോ പറഞ്ഞാൽ ഉറുദു അല്ലേ? ഉറുദു അല്ലേ? അത് അതായത് എത്ര ബാഡ് ഫേസിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത്. അഫ്സൽ, അത് ജാസ്മിനെ കല്യാണം ഉറപ്പിച്ചിരുന്നിട്ടുള്ള പയ്യണ്ടല്ലോ അഫ്സൽ അമീർ. അഫ്സൽ എന്ന് പറഞ്ഞ ഒരാൾ ഒരുവിധം എല്ലാവർക്കും ഒന്നും അറിയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാതിരുന്നത്. അപ്പോൾ അഫ്സലിൻ്റെ ഒരു കമൻറ്റാണ്. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയിൽ അടിയിൽ ഇട്ടാൽ തോന്നുന്നുണ്ട്. ഒരാൾ എനിക്ക് അയച്ചു തന്നുണ്ട്. 3 പേരെ ഇപ്പോൾ അയച്ചിരുന്നു റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അഫ്സൽ പറഞ്ഞിട്ടുള്ളത് സബർ കറോ എന്ന് പറഞ്ഞാൽ, സബർ കറോ പറഞ്ഞാൽ ക്ഷമിക്കാൻ, കർമ്മ. ജാസ്മിൻ ജാഫർ, ഗബ്രി, സ്തുതി പാടുന്നവരോട് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് സജീവമാണെന്ന് കേട്ടു പുറത്ത്. ജാസ്മിനെയും ഗബ്രീനെയും ഫാൻസ്. ഒബ്വിയസ്ലി നിങ്ങൾക്കൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഫാൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾക്ക് ഹോപ്പ് ചെയ്യാം. ബട്ട് ഒരിക്കലും അത് വേറൊരാളുടെ എക്സ്പെൻസിലായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറൊരാളുടെ നഷ്ടം എന്ന് ഞാൻ പറയുന്നില്ല, അതിപ്പോൾ ലാഭമായി സത്യം പറഞ്ഞാൽ. വേറൊരാളെ വിഷമിപ്പിച്ചിട്ടാണ് ഈ ഒരു സംഗതി നേടുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ലൈഫിൻ്റെ വിഷയം, പരസ്പര ബന്ധം, വിശ്വാസങ്ങൾ, എന്താ പറയുക, ഒരു ലവേഴ്സ് തമ്മിലുള്ള ബന്ധം, അതിലുള്ള ഫെയ്ത്ത് അല്ലെ, വിശ്വാസം, ഇതൊക്കെ തകർക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഇതൊന്നും അത്ര നല്ല കാര്യമല്ല. നിങ്ങളിപ്പോൾ ഞാൻ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ നമുക്ക് അയച്ചിട്ടോ ഗ്രൂപ്പുകളിലൊക്കെ അവിടെയും ഇവിടെയും കമൻറ്റുകളിലൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ചെറുപ്പക്കാരൻ്റെ കേസാണ് കേട്ടോ. അതായത് 7 മാസത്തോളം ഇത് നമുക്ക് എന്താണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അന്നത്തെ ഇവരുടെ ഈ സംഗതികളിൽ ഞാൻ ആ സമയത്തൊക്കെ ജാസ്മിൻ്റെയും അസ്ലയുടെയൊക്കെ വീഡിയോസ് ചെയ്തിരുന്നു. അവരുടെ എങ്ങനെയാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ എത്തിയെന്നുള്ളത് അന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ജാസ്മിൻ അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കോൺട്രവേഴ്സി സ്വയം നാറും എന്നറിഞ്ഞിട്ട് പോലും, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. ശ്രദ്ധിച്ചു നോക്കൂ, അന്ന് ജാസ്മിൻ ആ ഒരു വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടു. ഷഫീന ബേബി, അസ്ല, ഇവർ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ഗ്യാങ് ഉണ്ടല്ലോ, ഒരു ഇഷ്യൂ നടന്നല്ലോ കേസിൻ്റെയൊക്കെ. ആ ഇഷ്യൂവിൽ ഏറ്റവും കൂടുതൽ നാറാൻ പോകുന്നത് ജാസ്മിൻ ജാഫറാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ജാസ്മിൻ ജാഫർ ആ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തതും എൻഡ് കൊടുത്തതും ഇത്രയും ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും ഫെയിമിന് വേണ്ടിയിട്ടാണ്. വളരെ ക്ലിയർ എവിഡൻ്റ് ആണ്. അപ്പോൾ ആ സമയത്തുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മളെ പേഴ്സണലിയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ജാസ്മിനായിട്ടുള്ള ബന്ധവും, ഇവരെങ്ങനെ പരിചയപ്പെട്ടു, എന്ത് സിറ്റുവേഷനിൽ പരിചയപ്പെട്ടു, ഇവരെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കേട്ടതാണത്. വോയിസ് റെക്കോർഡ്സ്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റുകളും ഗ്രൂപ്പുകളിലൊക്കെ ആ പയ്യനെ വളരെ മോശമാക്കി പറയുന്ന സമയത്തേ അത് ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അയാൾ എത്രത്തോളം ട്രോമയെ കൂടെ കടന്നു പോയിട്ടെന്നുള്ളത് നമുക്ക് അത് ഊഹിക്കുന്നതിനപ്പുറമാണ്. നോർമൽ ബ്രേക്കപ്പ് പോലെയുള്ള ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ആവുന്ന സമയത്ത് പുറത്തുള്ള ആൾക്കാർ അത്രയധികം രീതിയിൽ ടോർച്ചർ ചെയ്യും. അത്രയും ടോർച്ചർ ചെയ്യപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള സംഗതികൾ ജാസ്മിനെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. ജാസ്മിന് വളരെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആയിട്ട് എൻ്റെ ഉള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട്. സംഗതി പാളിയിട്ടുണ്ട്. ജാസ്മിൻ്റെ പരിപാടി കഴിഞ്ഞു. വളരെ ക്ലിയർ ആയിട്ട് ജാസ്മിനെ അറിയാം. അഫ്സൽ പോയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ചിലപ്പോൾ താൽക്കാലികമായിട്ടാണോ എന്നറിയില്ല, അതൊന്നും സ്ഥിരമായിട്ടാണോ, എന്തിനാണ് ഗബ്രീനെ പിടിക്കുന്നതെന്ന് അറിയില്ല. അത് അവൾക്ക് തന്നെ അറിയുള്ളൂ. ഇപ്പം നമ്മൾ നാളെ ഈ പോളിഗമിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തല്ലോ അല്ലേ. വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും ഇതാണ് അഫ്സലിൻ്റെ ഒരു കമൻറ്റ്. കഷ്ടം ആയിപ്പോയി എന്ന് പറയില്ല, ചക്കം കഴിച്ചല്ലേ. കാരണം വെച്ചാൽ ഇനി ഒരു റിലേഷൻഷിപ്പിൽ, ഇങ്ങനത്തെ ഒരു പെണ്ണിനായിട്ടൊക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിക്കഴിഞ്ഞ് നാളെ മറ്റന്നാൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോകാന്ന് പറയുമ്പോൾ അവനവൻ്റെ കുടുംബത്തിനും അല്ലേ ഇപ്പം പോയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാം. അതുകൊണ്ട് കർമ്മ അത് സംഭവത്തിൽ തന്നെയാണ്, തിരിച്ചു വരാതിരിക്കില്ല.